പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജലജ അബിയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ നോൺ വെജ് കഴിച്ചോ? നവ്യ പറഞ്ഞു വന്നല്ലോ നീ നോൺ വെജ് കഴിച്ചു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, അത് അവൾ വെറുതെ പറയുന്നതാണ്. ഇറച്ചി മസാല ചേർത്തിട്ടുള്ള കറികളിലൊക്കെ നോൺ വെജ് കറിയുടെ ഒരു സ്മെല്ല് ഉണ്ടാവില്ലേ, അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ജലജയുടെ വക ഉപദേശമാണ്, നീ മര്യാദയ്ക്ക് വ്രതം എടുത്ത് മലയ്ക്ക് പോകാൻ നോക്ക്, അവൾ നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് എന്നൊക്കെ അബീനോട് പറയുമ്പോൾ അബി അതേ തന്നെയാണ് കേട്ടോ തിരിച്ചു പറയുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ മലയ്ക്ക് പോകുന്നത്, അവൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് എന്ന് പറയും. എന്നാലേ നമുക്ക് ഇവിടെ ഇങ്ങനെ സുഖവും സന്തോഷത്തോടെയും ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയാണ്. പിന്നീട് ദേവയാനിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു ജലജ. ഒരുത്തി ഉണ്ടല്ലോ ഇപ്പം കരളിൽ പോയി കിടക്കുന്നത്, അവളിങ്ങനെ എന്നെ ഒരുപാടിട്ട് ഇവിടെ വട്ടം കറക്കിയതാണ്, അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അവൾ ആ കിടപ്പ് കിടക്കുന്നത്, എൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്നൊക്കെ പറയും. അവൾ കരൾ മാറ്റി വെച്ചെങ്കിലും അവൾ അധികകാലമൊന്നും പോവില്ല എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെയാണ് ജലജയ്ക്ക്. അതിനുശേഷം നവ്യേനെയും നയനേനെയും ഒക്കെ അവിടുന്ന് പുറത്താക്കുന്നതായിട്ടും പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അനാമികയാണെങ്കിലും അവിടെ ഇങ്ങനെ വല്ലാതെ ഒന്നും പിടിച്ചു നിൽക്കില്ല, അതുകൊണ്ട് 3 മരുമക്കൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടീനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം എന്നുകൂടെ അതിൻ്റെ കൂട്ടത്തിൽ പറയാണ്. പിന്നീട് എനിക്കാണെങ്കിൽ അനാമികയോട് സ്നേഹമില്ലല്ലോ, ഇപ്പോഴും ഇങ്ങനെ ആ നന്ദുവിനെ സ്നേഹിച്ച് നടക്കുകയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, എനിക്കിപ്പോഴും അത് തന്നെയാണ് തോന്നിയെന്ന് പറയുമ്പോൾ, അത് ഇങ്ങനെ തടയണല്ലോ മോനെ, അവളിങ്ങനെ ആണുങ്ങളെയൊക്കെ തല്ലുന്ന കൂട്ടത്തിലാണ്, അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ആരും ഇങ്ങോട്ട് വരാൻ നമ്മൾ അനുവദിക്കരുത് എന്നൊക്കെ പറയാണ്. അപ്പോൾ വേണമെങ്കിൽ അവളെ കൊല്ലാന്നും കൂടെ അബി പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് നയനേനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആംബുലൻസിൽ കയറ്റി അവരങ്ങ് പോകുന്ന സമയത്താണെങ്കിൽ ജാനകി അജയനും കൂടെ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നേ കാറിൽ. അപ്പം തന്നെ അജയനാണെങ്കിലും ജാനകിനോട് പറയുന്നുണ്ടായിരുന്നു, ആരെ ആംബുലൻസിൽ കയറ്റുന്നത്, ഇനി പേട്ടത്തീനെയാണോ എന്നുള്ളൊരു സംശയത്തോടെയാണ് കേട്ടോ അവരിങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുന്നത്. പിന്നീട് ജയൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ഏട്ടാന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ ജയൻ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു, ദേവയാനിക്ക് കരൾ കൊടുത്ത് ആ കുട്ടീനെ ഡിസ്ചാർജ് ആക്കി വീട്ടിലേക്ക് കൊണ്ടുപോവാണെന്ന് പറയുമ്പോൾ ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു, അതിന് ആദർശ് എന്തിനാ അവരുടെ കൂടെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ജയൻ പറയും, പിന്നെ നമ്മൾ ആരെങ്കിലും അവരുടെ കൂടെ പോകണ്ടേ, അവരിങ്ങനെ തിരിച്ച് ഒരു പണവും ഒന്നും ആവശ്യപ്പെടാതെയാണ് നമുക്ക് ഇങ്ങനെ ദേവയാനിക്ക് ആ കുട്ടി കരൾ കൊടുത്തത്, അപ്പോൾ നമ്മൾ ആരെങ്കിലും കൂടെ പോകണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ആദർശ് പോയെന്ന് പറയുമ്പോൾ അജയൻ പറയുന്നുണ്ടായിരുന്നു, ഇന്ന് മാത്രം പോയാൽ പോരാ, ഇടയ്ക്കൊക്കെ അങ്ങോട്ട് പോവുകയും അങ്ങനെ അവരെ കാണുകയൊക്കെ വേണമെന്ന് പറയും, നമ്മളെല്ലാവരും പോകണം എന്നൊക്കെ പറയും. പിന്നീട് ജാനകിയാണെങ്കിലും പറയുകയാണ്, ദേവയാനിക്ക് കരൾ കൊടുത്ത കുട്ടീനെ കാണാൻ നല്ല ആഗ്രഹമുണ്ട് എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും ഏട്ടത്തി പറയായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് പറയാണ്, ഇങ്ങനെ ഇത്രയും നല്ല മനസ്സുള്ളവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ, അങ്ങനെ ഒരാളായിരുന്നു നമ്മുടെ മരുമക്കളൊക്കെ ആയിട്ട് വരേണ്ടിയിരുന്നത് എന്ന് പറയുമ്പോൾ അജയൻ പെട്ടെന്ന് തന്നെ പറയാണ്, അങ്ങനെ ഒരാൾ തന്നെയാണല്ലോ നയനമോൾ എന്ന് പറയട്ടെ. അപ്പോൾ അത് ജാനകിക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല, അതൊക്കെ നിങ്ങൾ ആണുങ്ങൾ മാത്രമേ പറയുള്ളൂ, പക്ഷെ ഞങ്ങൾക്ക് ആർക്കും അങ്ങനെയല്ല എന്നൊക്കെ പറയുമ്പോൾ ജയൻ പറയാണ്, നിനക്കറിയാലോ ജാനകി, അച്ഛൻ ഇങ്ങനെ ആളുകളെ തരം തിരിക്കുന്നതിൽ ഇങ്ങനെ വലിയ ഇതുള്ള ആളാണ്, ആ അച്ഛൻ 100% മാർക്ക് കൊടുത്തിട്ടുണ്ട് നയനമോൾക്ക് എന്ന് പറയുമ്പോൾ അവിടെ മാത്രമാണ് നിങ്ങൾ ആണുങ്ങൾക്ക് തെറ്റ് പറ്റിയത് എന്ന് പറയാണ്. നമ്മുടെ മരുമോളെ കാര്യത്തിലാണെങ്കിൽ അത് സത്യമാണ് എന്ന് പറയും കേട്ടോ. എന്നിട്ട് അജയനോട് അവൾ 100% സത്യസന്ധതയുള്ള കുട്ടിയാണെന്ന് പറയും. അപ്പോൾ അജയനാണെങ്കിലും അത് ഇഷ്ടപ്പെടുന്നില്ല. അജയൻ അതിന് നന്നായിട്ട് തന്നെ തിരിച്ചു പറയുന്നുണ്ടായിരുന്നു, എനിക്കാണെങ്കിൽ കല്യാണം കഴിഞ്ഞ ശേഷം അവൻ്റെ മുഖത്ത് ഒരു തെളിച്ചുമില്ല, ഒരു പുഞ്ചിരി പോലും ഞാൻ കണ്ടിട്ടില്ല, ഇങ്ങനെ ആഗതായിട്ട് നടക്കുകയാണ്, അതിന് കാരണക്കാരി നമ്മുടെ മരുമോൾ തന്നെയാണ്, അവളിങ്ങനെ സ്നേഹം കൊടുക്കാത്തതുകൊണ്ടാണെന്ന് പറയും കേട്ടോ. സ്നേഹം കൊടുത്താലേ സ്നേഹം തിരിച്ചു കിട്ടുള്ളൂ എന്നൊക്കെ അജയനാണെങ്കിലും അങ്ങനെ ജാനകിനോട് പറയുന്നുണ്ടായിരുന്നു. ജാനകിക്കാണെങ്കിലും അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ജാനകിനോട് തന്നെ പറയുന്നുണ്ടായിരുന്നു, നിനക്ക് ഇങ്ങനെ അടി കിട്ടേണ്ട പല സംസാരങ്ങളും നീ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ ഞാൻ എന്നെ തന്നെ ഒന്ന് നിയന്ത്രിച്ച് നിർത്തുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അജയൻ, ഞാൻ ഏട്ടത്തിനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ജയനോട് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. ജാനകി അങ്ങ് പിറകെ പോകുന്നുണ്ടായിരുന്നു. പിന്നീട് നന്ദും ഗോവിന്ദനും കൂടി സംസാരിക്കുകയാണ്. നന്ദു ആണെങ്കിലും ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്ന പോലെ ഇങ്ങനെ പറയുകയാണ്, ആദർശേട്ടൻ്റെ അച്ഛനൊന്നും അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഗോവിന്ദനാണെങ്കിലും വലിയൊരു സംശയമാണ്, അതെന്താ മോളെ അങ്ങനെ പറഞ്ഞത്, അതെനിക്ക് അറിയാവുന്ന കാര്യമല്ലേ എന്നൊക്കെ പറയും. മോളും മോളുടെ അമ്മയൊക്കെ എന്തോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്, അങ്ങനെ അമ്മയ്ക്കും ഒക്കെ നല്ല വിഷമമുണ്ടല്ലോ 2 ദിവസമായിട്ട്, ഇനിയിപ്പോൾ എനിക്ക് 2 അറ്റാക്ക് വന്ന് ഇങ്ങനെ ഹൃദയം നിലച്ചു പോയ അവസ്ഥ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും എന്നിൽ നിന്ന് പറയേണ്ട കാര്യങ്ങൾ മറച്ചു വെക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അങ്ങനെ അതുകൊണ്ട് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നന്ദുവിനാണെങ്കിലും ആകെ ടെൻഷനാണ്. ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെ ആംബുലൻസ് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഗോവിന്ദൻ നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇതെന്താ മോളെ ആംബുലൻസ് ഒക്കെ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കട്ടെ. അപ്പോൾ നന്ദുവിനാണെങ്കിലും ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ആദർശും കനകയൊക്കെ ആംബുലൻസിൽ നിന്ന് ഇറങ്ങുകയാണ്. കനക ഇറങ്ങിയിട്ട് നോക്കുന്നത് ഗോവിന്ദൻ്റെ മുഖത്തേക്കാണ്. അപ്പോൾ കനകയ്ക്കാണെങ്കിലും മുഖത്ത് ആകെ ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ട്. ആംബുലൻസ് വന്ന് നിൽക്കുമ്പോൾ തന്നെ ഗോവിന്ദൻ്റെ മുഖം ഒക്കെ ആകെ മാറിയിട്ടുണ്ട്. നന്ദുവിനാണെങ്കിലും ഒന്നും പറയാനും പറ്റുന്നില്ല. പിന്നീട് നയനേനെ
ആംബുലൻസിൽ നിന്ന് ഇറക്കുന്നത് കാണുമ്പോൾ തന്നെ ഗോവിന്ദൻ മുറ്റത്തേക്ക് അങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ. അവിടെ ആംബുലൻസിൻ്റെ അടുത്തേക്ക് ഇറങ്ങി ചെന്നിട്ട് എന്ത് പറ്റിയത് എൻ്റെ മോൾക്ക് എന്നൊക്കെ ചോദിക്കും. ആരും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ നയനയാണെങ്കിലും ഇങ്ങനെ ഒരു ദയനീയ അവസ്ഥയോടുകൂടി ഗോവിന്ദൻ്റെ മുഖത്തേക്ക് അങ്ങ് നോക്കുകയാണ്. എന്താന്ന് ചോദിക്കട്ടെ, എന്ത് പറ്റിയത് എൻ്റെ മോൾക്ക് എന്ന് ചോദിക്കുന്ന സമയത്ത് നയന തന്നെ പറയുന്നത്, മറ്റാരും ഒന്നും മിണ്ടുന്നില്ല. നയന പറയുന്നുണ്ടായിരുന്നു എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയും കേട്ടോ. പിന്നെ എന്താ ഇങ്ങനെ ആംബുലൻസിൽ കൊണ്ടുവന്നേ, വെറുതെ ആണോ എന്നൊക്കെ ഗോവിന്ദൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ അമ്മയ്ക്ക് കരൾ ദാനം കൊടുത്തത് ഞാനാണെന്ന് പറയും. അപ്പോഴാണെങ്കിലും ഗോവിന്ദൻ ആകെ ഷോക്ക് ആവുന്നുണ്ടായിരുന്നേ. പിന്നീട് നയനനെ അകത്തേക്ക് അങ്ങ് എടുത്തു കൊണ്ടുപോവുകയും ചെയ്യാണ് അവരെല്ലാവരും കൂടെ. പിന്നീട് നന്ദുവിനോടാണെങ്കിലും ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, ഇതുകൊണ്ടാണല്ലേ നീ മുൻകൂർ ജാമ്യം എടുത്തത്, ആദർശേട്ടനും ആദർശേട്ടൻ്റെ അച്ഛനും ഒക്കെ പാവാണ് എന്ന് പറഞ്ഞ് എന്നോട് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് പിന്നീട് ഗോവിന്ദനാണെങ്കിലും ആദർശിനോട് പറയാണ്, എൻ്റെ മോളുടെ ശരീരം കീറി മുറിക്കുന്നതിന് മുന്നേ എന്നോടൊരു വാക്ക് പറയായിരുന്നു എന്ന് പറയും. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അച്ഛനോട് പല തവണ പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണ്, പക്ഷെ നയനയാണ് അത് പറയണ്ട എന്ന് പറഞ്ഞത് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഗോവിന്ദന് അറിയാലോ നയനയുടെ സ്വഭാവം. അപ്പം എൻ്റെ മോൾ അങ്ങനെ തന്നെ പറയുള്ളൂ, എൻ്റെ മോൾ ഇങ്ങനെ അവളെ സ്നേഹിക്കുന്നവർക്കും അല്ലാത്തവർക്കൊക്കെ അവളുടെ ജീവൻ വേണമെങ്കിലും കൊടുക്കും എന്ന് പറഞ്ഞിട്ട് നയനയെ കുറിച്ച് അങ്ങനെ പറയുകയാണ്. നയനയുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഇങ്ങനെ അനന്തപുരി പോലുള്ള വലിയൊരു തറവാട്ടിലേക്ക് ചെന്ന ശേഷം മോൾക്ക് അവിടെ കിട്ടേണ്ട ഒരു പരിഗണനയും കിട്ടിയിട്ടില്ല എന്നുള്ള ആ ഒരു സങ്കടം കൂടെ ആദർശിനോട് ഭയങ്കര സങ്കടത്തിൽ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് നവ്യ അഭി ഒരു ദിവസം ഇങ്ങനെ നന്നായിട്ട് സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ ഞാനും കനകയൊക്കെ ഇങ്ങനെ മതിമറന്ന് സന്തോഷിച്ചു. പക്ഷേ ആ സ്നേഹത്തിന് ഒരു ദിവസത്തെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി എന്ന് പറയും. അതുകൊണ്ട് തന്നെ ആദർശും നയനയും തമ്മിലുള്ള സ്നേഹം, ആദർശ് നയനയെ സ്നേഹിക്കുന്നത് വെറും അഭിനയമാണോ എന്നുള്ള ഒരു സംശയം കൂടെ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നേ. അതുകൊണ്ട് എനിക്കതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നന്ദു ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അഭിയും നവീൻ തമ്മിലുള്ള സ്നേഹമൊക്കെ വെറും അഭിനയമായിരുന്നു എന്നുള്ളത് മനസ്സിലായി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആദർശിന് ഭയങ്കര സംശയമാണ് കേട്ടോ, അവർ തമ്മിൽ ഇങ്ങനെ സ്നേഹമാണോ എന്നുള്ളത് ഭയങ്കര സംശയമുള്ള കാര്യം തന്നെയാണെന്ന് ഗോവിന്ദൻ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയൊന്നുമല്ല, നയനേനെ ആത്മാർത്ഥമായിട്ട് തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയും. പിന്നീട് അവർക്ക് ഈ വലിയ വീട് എടുത്തു കൊടുത്തത് എൻ്റെ മോളിങ്ങനെ മോൻ്റെ അമ്മയ്ക്ക് കരൾ ദാനമായിട്ട് തന്നുകൊണ്ടാണോ എന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അതുകൊണ്ടൊന്നല്ല, നയന കുറച്ചുകൂടെ സൗകര്യമുള്ള വീട്ടിൽ താമസിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുമ്പോൾ ശരിയാണ്, എൻ്റെ വീട്ടിൽ അങ്ങനെ സൗകര്യം കുറവാണല്ലോ എന്നൊക്കെ ഗോവിന്ദനും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. നയന അങ്ങനെ ആ സമയത്തും ഇങ്ങനെ വളരെ സന്തോഷവതിയായിട്ടാണ്, ഇങ്ങനെ ബുദ്ധിമുട്ടും ദാരിദ്ര്യമൊക്കെ ഉള്ള സമയത്തും അവൾ ഭയങ്കര സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത്. പക്ഷേ ഇങ്ങനെ അനന്തപുരിയിലേക്ക് കല്യാണം കഴിഞ്ഞ് വന്ന ശേഷം മോൾക്ക് ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല, അവൾ അർഹിക്കുന്ന ഒരു പരിഗണന അവിടുന്ന് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്ന സങ്കടത്തോടുകൂടി അവിടുന്ന് അങ്ങ് പോവുകയും ചെയ്യാണ്. അപ്പം നന്ദു ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ അച്ഛൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ആദർശ് പറയും, അതൊക്കെ എനിക്ക് അറിയാലോ, ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ എൻ്റെ കർണത്തെ അടിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ അതൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആദർശിനും ഭയങ്കര സങ്കടമാണ്. പിന്നീട് ഗോവിന്ദൻ നയനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പം നയനയാണെങ്കിലും ഇങ്ങനെ പറയുന്നത്, ആദർശേട്ടനെ അച്ഛനെ ഒന്നും കുറ്റപ്പെടുത്തരുത്, അങ്ങനെയുള്ള സംസാരങ്ങളൊന്നും സംസാരിക്കരുത്, അവർക്ക് ഒന്നും അങ്ങനെ അവർ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് കരൾ കൊടുക്കണ്ട, വേണ്ട എന്ന്. പക്ഷെ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഇങ്ങനെ കരൾ ദാനമായിട്ട് കൊടുത്തത്, പിന്നെ അവരൊക്കെ എൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു എന്ന് പറയും കേട്ടോ. പിന്നീട് ഇങ്ങനെ വീട്ടിൽ അധികം ആരും അറിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ അതും പറയുന്നുണ്ടായിരുന്നു, എങ്ങനെ ആരും അറിയാതെ എൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു എന്ന് പറയും. എന്തായാലും ഗോവിന്ദനാണെങ്കിലും ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ മോളെ പെട്ടെന്ന് അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ ആദർശിനോട് ഇങ്ങനെ എന്തൊക്കെയോ അറിയാതെ അങ്ങ് പറഞ്ഞു പോയി, ഇനിയിപ്പോൾ വേണമെങ്കിൽ ഞാൻ ക്ഷമ ചോദിച്ചോളാം എന്നും കൂടെ പറയുകയാണ്. ആദർശേട്ടനും അച്ഛനൊക്കെ ഇങ്ങനെ ഒരുപാട് തവണ അച്ഛനെ അറിയിക്കാൻ പറഞ്ഞതാണ്, പക്ഷെ ഞാനാണ് വേണ്ട എന്ന് പറഞ്ഞത് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഗോവിന്ദനാണെങ്കിലും ആകെ സങ്കടമാവുന്നുണ്ടായിരുന്നു. അച്ഛൻ്റെ വിഷമം മനസ്സിലാക്കിയിട്ടാണല്ലോ നയന അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം എന്തായാലും ഗോവിന്ദന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. പിന്നെ ഗോവിന്ദനാണെങ്കിലും നയനയോട് ചോദിക്കുകയാണ്, മോളാണല്ലോ മോളുടെ അമ്മായിയമ്മയ്ക്ക് കരൾ കൊടുത്തത്, ഇനിയെങ്കിലും മോൾക്ക് ഇത്തിരിയെങ്കിലും സ്നേഹം അവർ തിരിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഒന്നും പ്രതീക്ഷിച്ചൊന്നല്ല അച്ഛാ ഇങ്ങനെ കരൾ ദാനമായിട്ട് കൊടുത്തത്, ഇങ്ങനെ ആ സമയത്ത് ആദർശേട്ടൻ്റെ അച്ഛൻ്റെയൊക്കെ മുഖം മാത്രമേ എൻ്റെ മനസ്സിൽ വന്നുള്ളൂ. അപ്പോൾ അവരിങ്ങനെ സങ്കടപ്പെടുന്ന കണ്ടപ്പോൾ എനിക്ക് ഇതായി, അതുകൊണ്ടാണ് എന്ന് പറയാണ്. അവരുടെ സന്തോഷമല്ലേ, ഇപ്പം എന്തായാലും അമ്മ കുറച്ച് ഇങ്ങനെ മെച്ചപ്പെട്ട് വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെയൊക്കെ ഒരു ആശ്വാസമുണ്ട്, നമുക്കും അത് തന്നെയല്ലേ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ നയന ഭയങ്കര സങ്കടത്തോടു കൂടി പറയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദനാണെങ്കിലും ഉള്ളിൽ നല്ല വിഷമമുണ്ട്. ഗോവിന്ദൻ അവിടെ നിന്ന് അങ്ങ് എണീറ്റ് പോവുകയും ചെയ്യാണ്.
നയനയാണെങ്കിലും ഗോവിന്ദൻ പോകുന്നത് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ നന്ദുവിനോട് ആദർശ് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഈ വീട്ടിൽ എന്ത് നടന്നാലും ഉടനെ തന്നെ എന്നെ അറിയിക്കണം, എന്നെ ഇങ്ങനെ മാറ്റി നിർത്തരുത്, ഇങ്ങനെ ഈ വീട്ടിലെ ഒരു അംഗത്തിനെ പോലെ എന്നെ കാണണം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഗോവിന്ദൻ അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ പറയുന്നത്, മോനോട് ഞാനിങ്ങനെ മോളെ പെട്ടെന്ന് അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു പോയി, അറിയാതെ വായിൽ വന്നതൊക്കെ പറഞ്ഞു എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും സാരമില്ലാന്ന് ഗോവിന്ദനോട് ആദർശു ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു. കരൾ കൊടുക്കുന്നതും രക്തം കൊടുക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് നമ്മുടെ സ്വന്തം മക്കളാവുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമം ഉണ്ടാവും. അതിൻ്റെ ഒരു ഇതിൽ പറഞ്ഞു പോയതാണ് എന്നൊക്കെ ഗോവിന്ദൻ പറയാണ്. പിന്നീട് ഗോവിന്ദനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, മലയ്ക്ക് പോയി വരുന്നത് വരെ എങ്ങനെ ആദർശും മോളും തമ്മിൽ കാണരുത് എന്ന് പറഞ്ഞതൊക്കെ ഇപ്പം എന്തായാലും രണ്ടിടത്ത് കഴിയണം എന്ന് പറഞ്ഞത് മോൻ്റെ അമ്മ പറഞ്ഞതൊക്കെ ഇപ്പം അതുപോലെ ആയില്ലേ എന്ന് പറയുന്നുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ മോൻ മലയ്ക്ക് പോയി വന്നാലും എങ്ങനെ മോൾ അങ്ങോട്ട് തിരിച്ചു വന്നാലും മോളുടെ ജീവിതം അത്ര സുരക്ഷിതമൊന്നും അല്ല അവിടെ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ നവ്യ കുടിക്കേണ്ട പാലായിരുന്നല്ലോ അങ്ങനെ ദേവയാനി എടുത്ത് കുടിച്ചത്. അങ്ങനെ നവ്യമോൾ ആ പാലെടുത്ത് കുടിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ 2 ജീവൻ പോയിരുന്നു. അങ്ങനെ ചിന്തിക്കുന്നവരും ആ വീട്ടിലുണ്ടല്ലോ. അതുകൊണ്ട് ഇങ്ങനെ മക്കളൊന്നും അവിടെ സുരക്ഷിതരല്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ ഗോവിന്ദനാണെങ്കിലും സംസാരിക്കുന്നത്. മോൻ്റെ വീട്ടിൽ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ഞാൻ മോനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളൊരു ബാധ്യതയല്ല എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളാരും ഈ കാര്യം എന്നോട് പറഞ്ഞില്ലെങ്കിലും ഞാനും നൈനമോളും ഹൃദയം കൊണ്ട് അടുത്തവരാണ്. മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കിങ്ങനെ സ്വപ്നത്തിലെങ്കിലും ഇങ്ങനെ ഈശ്വരൻ കാട്ടിത്തരും എന്നൊക്കെ പറയാണ്. ഇങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് 2 തവണ നെഞ്ഞുവേദന വന്ന സമയത്തും ഇങ്ങനെ ഗോവിന്ദനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് നൈനമോൾ ഇങ്ങനെ വാവിട്ട് കരഞ്ഞതാണ് എന്നെ ഇങ്ങനെ കൂടുതൽ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇങ്ങനെ ഹൃദയം പൊട്ടുന്ന വേദന ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് നൈനമോളുടെ ആ കരച്ചിലായിരുന്നു വല്ലാത്ത വേദന ഉണ്ടാക്കിയത് എന്ന് പറയാണ്. അത്രയ്ക്കും അടുത്തവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മോനോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, മോൾക്ക് ഇങ്ങനെ അവിടെ മോൻ്റെ വീട്ടിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്നാക്കിയാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മകൾ ഒരു ബാധ്യതയല്ല എന്ന് പറഞ്ഞെന്നൊക്കെ പറയൂ കേട്ടോ. പിന്നീട് ഇങ്ങനെ ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇനി ഒരിക്കലും എനിക്ക് അവളെ ഇങ്ങനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല, അവളെ കാണാതിരിക്കാനും പറ്റില്ല, അതെനിക്ക് വലിയ വിഷമാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ആദർശ് അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുന്നത്. ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. പിന്നീട് നൈനേനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നൈനേനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.